ഇഡിയും കേന്ദ്ര ഏജൻസികളും ഏറെക്കാലമായി കേരളത്തിലെ ഇടത് പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ എം പി. സഹകരണ മേഖലയെക്കുറിച്ച് ദുഷ്പ്രചാരണം നടക്കുന്നു. അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കില്ല. വിവരങ്ങൾ കെ രാധാകൃഷ്ണൻ എം പിയുടെ വാക്കുകളിലേക്ക്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഒപ്പം തന്നെ കരുവന്നൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തു എന്നല്ലേ MP പറയുന്നത്? ക്രിസ്റ്റീന, തീർച്ചയായും കരുവന്നൂർ വിഷയം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. അത് കെ രാധാകൃഷ്ണൻ MP സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം വിശദീകരിക്കുന്നത് ഇക്കാര്യം ഈ വിവാദങ്ങൾ എന്നുള്ളത് വേട്ടയാടലിൻ്റെ ഭാഗമായി ആണ് എന്നുള്ളതാണ്. ഏറെക്കാലമായി കേരളത്തിലെ ഇടത് നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കേരളത്തിലെ സഹകരണ മേഖല ഇടതുപക്ഷം ശക്തമാണ്. അത് തകർക്കാൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഇടത് പാർട്ടി നേതാക്കളെയും സഹകരണ മേഖലയെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും ദുഷ്പ്രചരണവും ഉണ്ടാകുന്നത് എന്നും പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് ഈ പ്രചാരണ വേലയുടെ ലക്ഷ്യം വെക്കുന്നത് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. പുതിയ വിഷയങ്ങളോ കേസുകളോ ഒന്നുമല്ല ഈ ഏറ്റവും ഒടുവിൽ ഈ സ്വത്ത് പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നും പിരിക്കുന്ന പണം ആരും കൊള്ളയടിച്ചു കൊണ്ടുപോകാനുള്ള അവസരം പാർട്ടി ഉണ്ടാക്കാറില്ല. മറിച്ച് ആവശ്യമായത് ചെലവഴിച്ച ശേഷം അത് ബാങ്കിൽ സൂക്ഷിക്കുകയും പിന്നീട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ സൂക്ഷിച്ച പണമാണ് കള്ളപ്പണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്നും പാർട്ടിയുടെ സ്വത്ത് എന്നുള്ളത് ജനങ്ങളിൽ നിന്നും പിരിച്ച പണമാണ്, അത് ജനങ്ങളുടെ സ്വത്താണ് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ബ്രാഞ്ചിന്റെ സ്വത്ത് ജില്ലാ കമ്മിറ്റിയായിരിക്കും വാങ്ങുക. സമാനമായി ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് സംസ്ഥാന കമ്മിറ്റിയാകും. അത്തരത്തിൽ മേൽ കമ്മിറ്റികളുടെ പേരിലാണ് പാർട്ടി സ്വത്തുക്കൾ വാങ്ങാറുള്ളത്. ആ പതിവ് തന്നെയാണ് തൃശ്ശൂരിലും സംഭവിച്ചതെന്നും ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തങ്ങൾക്ക് പറ്റാത്ത ആളുകളെ പാർട്ടികളെ എല്ലാം തന്നെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കം നടത്തുന്നുവെന്നും ഒരു തരത്തിലുള്ള കള്ളപ്പണം സ്വരൂപിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല CPM എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അഴിമതി നടന്നുവെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതിക്കാരുണ്ടെങ്കിൽ ഒരു തരത്തിലും സംരക്ഷിക്കില്ല, കടുത്ത നടപടി എടുക്കുമെന്നും ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ നിയമപരമായും സംഘടനാപരമായും നേരിടും എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ക്രിസ്റ്റീന, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കെ രാധാകൃഷ്ണൻ MPയുടെ വാക്കുകളിലേക്ക്. ഇഡിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ അന്വേഷണ കമ്മീഷനുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റാത്ത എല്ലാ സംഘടനകളെയും നേതാക്കളെയും തകർക്കുക എന്ന നിലപാട് കുറേ വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഇടതുപക്ഷത്തെയും CPMനെയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഹകരണ മേഖലയെ ഇന്ന് ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വാദിച്ചിട്ടില്ല.